ഇത് നല്ല അടിപൊളി ഇളയക്കാണ് കേട്ടോ. അപ്പോൾ ഇളയക്ക നമുക്ക് ഇളയക്ക തന്നെ എല്ലാവരുടെ നാട്ടിലത് പറയൽ എന്തെല്ലോ പേരുണ്ട് നോക്കിന്. അപ്പോൾ ഇളയക്ക ആദ്യം നല്ല വൃത്തി കഴുകിയിട്ട് നമുക്ക് പൂങ്ങണം. അപ്പോൾ ഞാൻ ഇതെല്ലാം കഴുകിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇളമ്പക്ക ഇതിൻ്റെ ഇച്ചുളിയെല്ലാം അതിലിങ്ങനത്തെ. അപ്പോൾ ആ ഇച്ചുളിയെല്ലാം നമ്മൾ കളയണം. ഇളമ്പക്കേൻ്റെ ഇതിന് നമ്മൾ ഇത് തോല് ഇതിൻ്റെ ഇളമ്പക്ക ഇറച്ചിയെടുത്ത് കഴിഞ്ഞാൽ ഇതിന് ഇച്ചുളി എന്നാണ് പറയല് കേട്ടോ. ഇച്ചുളി ഇളമ്പക്കില്ലാത്ത ഇതിനെ ഇച്ചുളി എന്ന് പറയും. അപ്പം ഇളമ്പക്കെല്ലാം ഒന്ന് കഴുകിയിട്ടെടുക്കാം നല്ല വൃത്തി. അപ്പോൾ അതിന് ഇങ്ങനെ അതിൽ കാണുന്ന ഇച്ചുളി എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ട് ഇളമ്പക്ക മാത്രമേ എടുക്കൂ. അപ്പം ഞാനിത് പെട്ടെന്ന് കഴുകിയിട്ട് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് പൂങ്ങാം. ചെറിയ ഇളമ്പൊക്കെയാണ് കേട്ടോ. ഇതിൽ നല്ല ഇറച്ചി ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അയാൾ തന്നിട്ടുണ്ടായിന് കേട്ടോ വാങ്ങുന്നിടത്തിന്. എന്നാലും കുറേ നാളായി ഇളമ്പൊക്കെ ഇട്ടാത്. അപ്പോൾ ഒന്ന് നോക്കാലോ പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വലിയ വേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഇച്ചുള്ളിയൊക്കെ കുറവ് തന്നെ. മുമ്പെല്ലാമെങ്കിൽ നമ്മൾ ഇളയൊക്കെ വാങ്ങിയാൽ അതിൽ അധികം ഉണ്ടാവും ഈ ഇച്ചുള്ളിയാണ്. അതിങ്ങനെ തിരിയാൻ നിൽക്കണം. ഇപ്പം അവർ പരമാവധി എല്ലാം കളഞ്ഞിട്ട് തന്നെ ഒന്ന് തരുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ പൈസ മേടിക്കുന്നുണ്ടല്ലോ അതുപോലെ. അവിടെ എല്ലാം ഏകദേശം വൃത്തിയാക്കിയിട്ട് തന്നെ തരുന്നുണ്ട്. കുറച്ചേ വാങ്ങിയിട്ടു കേട്ടോ. ഒരു 50 രൂപയുടെ ഇടയ്ക്ക് വാങ്ങിയിട്ടു. അപ്പോൾ ഇളമ്പക്കയെല്ലാം നല്ല സുഖസുന്ദരമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ പൂങ്ങാൻ തീമാക്കാം. ഇളമ്പക്ക പൂങ്ങുന്നത് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇളമ്പക്ക പൂങ്ങാൻ തീമാക്കാം. വെറും ഇളയൊക്കെയാണ് കേട്ടോ. അതിൽ വെള്ളം ഒഴിക്കണ്ട. വെറും ഇളയൊക്കെ നമ്മൾ എന്താക്കുന്നു പൂങ്ങാൻ തീമാച്ചു. അടച്ച് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കണം. പൂങ്ങണം. അപ്പം ഇത് തിളച്ചിട്ട് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയാൽ പിന്നെ ഇത് റെഡിയായി. അപ്പോൾ നമുക്ക് ഈ ഇളമ്പക്കര വെള്ളമില്ലേ, ഇളമ്പക്കര വെള്ളം വേണമെന്ന് ആവശ്യമില്ല. ഒരിക്കൽ എന്താക്കാം, ഇത് തിളച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് അതൊന്നും കൂടെ തിളച്ചിട്ട് വാങ്ങാം. അപ്പോൾ ആ ഇളമ്പക്കര വെള്ളത്തിൽ കപ്പപ്പറങ്ങിയില്ലേ, കാന്താരി മുളക്, അതിന് അലച്ചിട്ട് ചോറും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്, നല്ല സൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇളമ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട പറഞ്ഞിട്ടേ ഒരു വെള്ളം ഒഴിക്കണ്ട. ഇതിലെന്നെ വെള്ളം ഇതൊന്ന് നന്നായിട്ട് ഇറക്കി കൊടുക്കുക. പക്ഷെ ഓരോ സ്ഥലത്ത് ഈ യൂട്യൂബിലെല്ലാം നോക്കുമ്പം ഇങ്ങനെ മുതുമല ഇളയൊക്കെ തന്നെയാണ് കറി വെക്കുന്നത് കേട്ടോ അവർ. നമ്മളിങ്ങോട്ടേ ഇത് മുതുമല ഇളയൊക്കെ തന്നെ കറി വെക്കാതിരിക്കുന്നു. നമ്മിത് ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ഇറച്ചി മാത്രം എടുത്തിട്ടല്ലേ കറി വെക്കൽ. ഓരോ സ്ഥലത്തുണ്ട് ഇത് മുതുമല ഇളയൊക്കെ ഇട്ടിട്ട് തന്നെ അതിൽ തന്നെ തേങ്ങയില അരച്ച് കൂട്ടിയിട്ട് കറി വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് ചക്കയിലാവുമ്പോൾ നമ്മൾ ചക്കയും ഇളയൊക്കെല്ലാം വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എന്താ ഇളയക്കും ചക്കയും എല്ലാം വെക്കണമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ വെള്ളം. ഈ വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ലതാ, കഴുകിയിട്ട് വാരിയിട്ടതല്ലേ, വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ടുണ്ട് കേട്ടോ, ഒന്നും ഇങ്ങനെ ഇല്ല. അപ്പോൾ ഏകദേശം ആയി. ഇതേ പണിയിൽ അത്ര പോലെ മിനിറ്റ് കൊണ്ട് നമ്മൾ ഇളമ്പക്ക പൂങ്ങിയിട്ടായി. അപ്പോൾ നമ്മൾ ഇളമ്പക്ക ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ പിന്നെ ഇടാം. അപ്പോൾ അതിൻ്റെ വെള്ളം ആറിയിട്ട് വരികയും ചെയ്യും. നമുക്കിത്
തണിയാൽ ഇതിൻ്റെ പരിപാടി തുടങ്ങലാ. ഇത് ഈ ഇറച്ചിയെല്ലാം എടുക്കണ്ടേ. അപ്പോൾ ഇത് വേഗം ഈ പാത്രത്തിലിട്ട വേഗം ഒന്ന് ആറിയിട്ട് തണിയും. ഇളമ്പക്കര വെള്ളം ഇതാണ് കേട്ടോ. എന്നാ ഇളമ്പക്കര വെള്ളം ഇതൊന്നിങ്ങനെ ഊറിക്കൂടിയിട്ടാകുമ്പോൾ അതിൻ്റെ ചെളിയെല്ലാം ഉണ്ടാകും പോയിട്ട് മേലത്തെ വെള്ളം മാത്രം എടുത്തിട്ട് ഇപ്പോൾ ഉപ്പുണ്ട് കപ്പപ്പറങ്ങി ചലിച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഇളമ്പക്കര തണിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇരുന്നെടുക്കണം. ചെറിയ ഇളയൊക്കെയാണ് കേട്ടോ, ചെറുത്ത്. ഇതാ അതിന് ചളിയൊന്നും ഞെക്കാനില്ല, എന്നാലും ഇല്ലതെല്ലാം കളയാം കേട്ടോ. ഇങ്ങനെ ഞെക്കിയിട്ട് ഇതിൻ്റെ സൈഡിലേ കൂടെ ഒരു ചളി ഉണ്ടാവുക, അതിങ്ങനെ ഞെക്കി കളയണം. അപ്പോൾ ഇത് ഇരിഞ്ഞിട്ട് എണീക്കണം, കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇരിഞ്ഞൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഒരു ചളി, അതിങ്ങനെ ഞെക്കിയിട്ട്. പക്ഷെ പണ്ടൊന്നും ഇതൊന്നും കളഞ്ഞിട്ടുണ്ടായിട്ട് കേട്ടോ. പണ്ടെല്ലാം നമ്മൾ എത്ര ആളെ കൂട്ടി പൂങ്ങിയിട്ട് ഇങ്ങനെ തരും ഇരിയാൻ വേണ്ടിയിട്ട് നമുക്ക്. നമ്മൾ പൂങ്ങലും ഇരിയലും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ചളിയൊന്നും നമ്മൾ നോക്കില്ല. ഇപ്പം കാലം മാറി പറഞ്ഞ ഈലും ചളിയുണ്ടോ നോക്കിയിട്ട് ആ ചളി വരെ കളഞ്ഞിട്ടാണ് ആക്കേണ്ടത്. അപ്പം ഇത് റെഡിയാവണം, കുറച്ച് പണിയുണ്ട്. അപ്പം ഞാനിത് റെഡിയാക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വെക്കുമ്പം കാണാം. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വെക്കുമ്പം കാണാം. ഓക്കെ. പിന്നെ പണ്ട് പോയി അടയൊക്കെ ചെറുപ്പത്തിനുണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലെ കൂടെ രാമഞ്ചിറ പുഴയില്ലേ, ആ പുഴയുടെ അടുക്ക ഇങ്ങനെ തോണിയിൽ ഇളയാക്കി കൊണ്ടുവരും. അപ്പോൾ ഇളയൊക്കെ ഒരു 3 അങ്ങനെ 2 മണി 3 മണിയാകുമ്പോൾ അവരന്നേരം പൂക്കലാണ്. പൂക്കുമ്പോൾ നമ്മൾ ഒരു കൊട്ട കൊടുത്തിട്ട് പായും. അപ്പം അന്നേരം ഒരുപാട് കിട്ടൂലേ. 5 റുപ്യക്കും 2 റുപ്യക്കും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 റുപ്യക്കെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൊട്ട ഇളയൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പം ഈ ഇളയൊക്കെ കിട്ടിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ചളിയില്ലേ, ഇതിങ്ങനെ കളിയില്ലേ, ഇത് ചളിയുണ്ട്. അമ്മയോടെല്ലാം പറയുമ്പോൾ ഇത് ഈ ചളി ഇങ്ങനെ കളയണമെന്നെല്ലാം പറയുമ്പോൾ അമ്മ വയ്ക്കും. അപ്പോൾ പണ്ടേ തളയൊക്കെ ചളിയെല്ലാം ആരി കളഞ്ഞിരുന്നു. ഇപ്പം പിന്നെ വൃത്തിയല്ലേ, എല്ലാവർക്കും നല്ല വൃത്തിയായതുകൊണ്ട് അസുഖം കൂടി വരുന്നുണ്ടല്ലോ. പണ്ടേത്തവർ ഇതിങ്ങനെ എടുത്തിട്ട് നല്ല വെള്ളത്തിൽ എല്ലാം തിരുമ്പിൽ കവുമ്പോൾ ഇതിൻ്റെ ചളിയെല്ലാം പോകും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്താക്കും, ഇതിങ്ങനെ ഞെക്കിയിട്ട് ഇതിൻ്റെ ചളി കളയും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചാൽ ആദ്യം വീഡിയോ ഒന്നും എടുക്കണ്ടപ്പാ. ഇളമ്പക്കര ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടാ, മീൻ്റെതും ചിക്കൻ്റെ ഇടുന്നല്ലാണ്ട്. അപ്പോൾ ഇപ്പോൾ എവിടെല്ലോ ആൾ എന്നെ കാണുമ്പോൾ പറയുന്നുണ്ട്, ആദ്യം നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് നമ്മൾ ആക്കി നോക്കലുണ്ട് കേട്ടാ എന്നെല്ലാം പറയലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നാലും ഇതൊന്നും ആക്കി കാണിച്ചു കൊടുക്കാം, അതുകൊണ്ട് എടുക്കുന്നത് കേട്ടാ. ടൈം പാസ്സല്ലേ. അപ്പോൾ അത് കുറേ ആൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. കുറേ ആൾ പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കുന്ന കണക്കത്തെ കറിയെല്ലാം ആക്കിയിട്ട് നോക്കിയിട്ടുണ്ടായിനി. പിന്നെ അപ്പം പിന്നെ അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയില്ലേ, ചെയ്യാൻ പറ്റുന്നല്ലോ ഇല്ലേ. അപ്പം അങ്ങ് ചെയ്തേക്കാം തന്നെ. വിളമ്പൊക്കെല്ലാം വൃത്തിയാക്കി ഇത്ര പോരെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വിളമ്പൊക്കേനും ഇത്ര തോടും ഇത്ര പോരെ ഇറച്ചി. അപ്പം ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സാധനം ഇതാ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുഞ്ഞുള്ളി, സവാള, ഇത്രയും സാധനം വേണം. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ഇടാം.
ഇഞ്ചി വെളുത്തുള്ളി. ഇനി അതിലേക്ക് നമ്മളെ കുഞ്ഞുള്ളി, സവാള ഇട്ടാൽ കുഞ്ഞുള്ളിയുടെ കൂടെ തന്നെ സവാളയുണ്ട്. ഇതിനൊന്ന് ഇങ്ങനെ വഴറ്റി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരട്ടെ. ഇത് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിത് പച്ചമുളക് ഇടണം, കറിവേപ്പില തന്നെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇഷ്ടം പോലെ ഇട്ടൂടെ. കറിവേപ്പില നമ്മുടെ വീക്ക്നെസ്സാണ്. അപ്പോൾ 2-3 കണ്ട് ഇട്ടില്ല കേട്ടോ കറിവേപ്പില. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ നല്ലോണം വഴറ്റിട്ട് വന്നു. ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മളെ ഇളയമ്പക്കയിൽ മഞ്ഞളും ഉപ്പും പെരക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കണക്ക് ഇത് മല്ലിപ്പൊടിയും പറങ്കിപ്പൊടിയും ചൂടാക്കിയതാണേ. കുരുമുളക് ഇനി കുറച്ച് കുരുമുളക് ഇപ്പിടാം, കുറച്ച് വാങ്ങുമ്പോൾ ഇടാം, നല്ല ടേസ്റ്റ്. കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം വേവാൻ വെക്കുക. കുറച്ച് സമയം ഇത് വേവണം. തക്കാളി വേവാനുണ്ടല്ലോ. തക്കാളി വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, നേരത്തെ പൂങ്ങിയ ഇളയക്കേരെ വെള്ളമില്ലേ, അത് കുറച്ച് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി വേവട്ടെ. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം തക്കാളിയെല്ലാം വേവലായി വെന്തിട്ടുണ്ട് കേട്ടോ. സമയത്ത് നമ്മളെ ഇളമ്പക്ക കഴുകിയിട്ട് നല്ല മഞ്ഞപ്പൊടിയും ഉപ്പും പെരക്കിയതാണ് കേട്ടോ. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇളമ്പക്കയിൽ നേരത്തെ ഉപ്പിട്ടു, അപ്പോൾ അതിന് ഉപ്പുണ്ടാവും. അത് കണക്ക് ഈ ഇളമ്പക്കയുടെ വെള്ളമില്ലേ നമ്മൾ പൂങ്ങേ, അപ്പോൾ ഈ വേനൽക്കാലത്തെല്ലാം ഇളമ്പക്കൊക്കെ നല്ല ഉപ്പുണ്ടാവും. കടലിൽ വെള്ളത്തിൽ നല്ല ഉപ്പില്ലേ, അപ്പോൾ നല്ല ഉപ്പുണ്ടാവുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടേ പിന്നെ നമ്മൾ ഉപ്പിടുള്ളൂ. അപ്പോൾ ഇപ്പം ഇതിലിട്ടു ഒന്നും കൂടെ അടച്ചു വെക്കാം. പിന്നെ ഇതിന് കുറച്ച് അധികം വേവൊന്നുമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഇളമ്പക്ക പൂങ്ങുന്ന സമയത്ത് തന്നെ ഇത് വെന്തില്ലേ. ഇനിയിപ്പോൾ ഇളമ്പക്ക ഇട്ടിട്ട് അങ്ങനെ കുറേ സമയം വേവാനൊന്നും വെക്കണ്ട കേട്ടോ. ഇളമ്പക്കാവൊന്നും പറയാൻ കഴിയില്ല, ഇളയേക്ക. ഇത് നോക്കാം. ഇത് കുറച്ച് ചാറോടെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ വാങ്ങാം കേട്ടോ. റെഡിയായി. ഇനി ഇതിൽ ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ.
കുറച്ചേ വേണ്ടു. കുറച്ച് മസാലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി അപ്പം ഏകദേശം നമ്മളെ ഇത് റെഡിയായി. ഏകദേശം നമ്മളെ ഇളമ്പക്ക റോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താൽ ഓക്കെ, നല്ല അടിപൊളി ഇളമ്പക്ക. അപ്പോൾ ഇളമ്പക്ക വെക്കാൻ വലിയ പണിയില്ല, അത് പൂങ്ങിയിട്ട് അത് ഇരിയലാണ് പണി. അപ്പോൾ നമ്മൾ ഇതിൽ വേണം കുറച്ച് തേങ്ങ വറുത്തിടാം കേട്ടോ, അത് വേറൊരു ടേസ്റ്റാണ്. ഇതുവരെ വെക്കുന്നുണ്ടെങ്കിൽ ഇതുവരെ വറ്റിച്ച് അവസാനിപ്പിക്കുക. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ വറുത്തിട്ടാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ ഒന്നിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ. അടിപൊളി ഇളമ്പക്ക. ഓക്കേ, ഞാനേതായാലും ലേശം തേങ്ങ വറുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് കടുക് ഇട്ടു, എണ്ണ ചൂടായി, എന്നിട്ട് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മൾ തേങ്ങ കറിവേപ്പില അതും കൂട്ടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇറക്കുക. ഇവിടെ തേങ്ങ ഇങ്ങനെ വറുത്തിട്ടിട്ട് വേണമെങ്കിലാക്കിയാൽ മതി കേട്ടോ തേങ്ങ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലേ മല്ലിച്ചപ്പ് ഇട്ടിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ ഉണ്ണിയേട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറുത്തിടുന്നത്. അപ്പം പിന്നെ തേങ്ങ വറുത്തിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇതൊന്ന് വറുത്തിട്ടാവട്ടെ. വറുത്ത് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മളെ ഇളമ്പക്കേനെ തട്ടാം. റെഡിയായി.